ഇപ്പോൾ ശ്രീ വി മുരളീധരൻ ടെലിഫോണിലുണ്ട്. ശ്രീ വി മുരളീധരൻ, അങ്ങ് വാർത്ത അറിഞ്ഞാണെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുകയാണ് കോടതി. വളരെ വേഗത്തിൽ സ്വർണ്ണപ്പാളി കട്ടവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ല, ഇതിലിപ്പോ ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. കാരണം കോടതി മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രമേ ഇതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതില് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, അന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിലുള്ള പങ്ക് എന്തായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം 3 മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇത്രയും കാലം എന്തുകൊണ്ട് ചെയ്തില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ, ഇതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചത് നല്ല കാര്യം. പക്ഷെ അന്വേഷണം ഒരു കണ്ണിൽ പൊടിയിടലാവരുത്. അന്വേഷണം കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതിയുടെ മോണിറ്ററിംഗ് കൂടി ആവശ്യമാണ്. ശരി, വി മുരളീധരനാണ് പ്രതികരണം അറിയിച്ചു. വളരെ നന്ദി ശ്രീ വി മുരളീധരൻ. പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണത്തെ സ്വാഭാവികമായിട്ടും എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടാവുക. എത്രയും വേഗം ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സർക്കാർ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്ന് പറഞ്ഞ് ഒഴിയാവുന്നതല്ല വി വാസവൻ്റെ പ്രതികരണം എന്ന് വ്യക്തമാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം, ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ സർക്കാരിനും കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും അല്ലേ? ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമായതുകൊണ്ട് സർക്കാരിന് ഇതിൽ പങ്കില്ല എന്നൊക്കെ പറയുമ്പോഴും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ കൂടി സഹായത്താലാണ് ചെയ്തു വരുന്നത്. മാത്രമല്ല, ദേവസ്വം കമ്മീഷണർ എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ എന്തായാലും അന്ന് ദേവസ്വം ബോർഡ് ഭരിച്ച നേതൃത്വത്തിന് ഒന്നും കൈയൊഴിയാൻ പറ്റില്ല. കാരണം അവരുടെ പങ്ക് അടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരാനിരിക്കുകയാണ്. എന്തായാലും നിലവിൽ സർക്കാർ നേരിട്ട് ഭരിക്കുന്നതല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നതുകൊണ്ട് തന്നെ സർക്കാരിന് അതിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും തീരുമാനിക്കുന്നത് സർക്കാരാണ്. നിയമസഭയിൽ നിന്നാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സർക്കാരിന് താല്പര്യമുള്ള വ്യക്തിയാണ് അവിടെ ബോർഡ് പ്രസിഡന്റായി വരുന്നത്. അപ്പോൾ അങ്ങനെ CPM-ന്റെ നേതാവ് കൂടിയായ A. പത്മകുമാർ ഭരിക്കുന്ന കാലത്ത് 19 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന വിധമാണ് മന്ത്രി VN വാസുവിന്റെ പ്രതികരണം. അതായത് അത് തെറ്റായിപ്പോയി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ട് തെറ്റായിപ്പോയി എന്നതാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പിന്നീട് കേൾക്കാം.